പ്രിയങ്ക ഗാന്ധി നിലവിൽ ലോക്സഭാംഗമാണ്. അവർ ലോക്സഭാംഗമായതിനു ശേഷം ബി.ജെ.പി. നേതൃത്വത്തിന്റെ വെപ്രാളം, അവരുടെ പരവേശം അതൊന്ന് വേറെ തന്നെയാണ്. നേരത്തെ രാഹുൽ ഗാന്ധിയെ എതിർത്തിരുന്നവർ അതിനേക്കാൾ ശക്തമായി പ്രിയങ്ക ഗാന്ധിയെ എതിർക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് തന്നെ ഇന്ദിരാഗാന്ധിക്ക് സമാനമായ രീതിയിലാണ്. അതുമാത്രമല്ല, സ്വഭാവവും ഏറെക്കുറെ അതേ രീതിയാണ് എന്ന് മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുകയാണ്. വയനാടെന്ന ലോക്സഭാ സീറ്റിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. അവിടുത്തെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠനം വ്യക്തമാക്കി കേന്ദ്രത്തെ റിപ്പോർട്ട് കൊടുത്ത് നഷ്ടപരിഹാരം നേടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് വൈകിപ്പിച്ചതിന് പിന്നിലെ കുശാഗ്ര ബുദ്ധി എന്താണ് എന്നുള്ളതും കൂടി പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുകയാണ്. കേരളത്തിലെ ഇടത് സർക്കാരും ബി.ജെ.പിയും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളി എത്രമാത്രം ആപത്കരമാണ് എന്നുള്ളതും പ്രിയങ്ക ഇതിനോടകം തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കേവലം ഒരു പ്രചാരണ ചുമതല ഉണ്ടായിരുന്ന കോൺഗ്രസിലെ നേതൃപദവിയിലുള്ള ഒരു അംഗം എന്നതൊഴിച്ചാൽ ലോക്സഭയിൽ മത്സരിച്ച് ജയിക്കുന്നതുവരെ പ്രിയങ്കയ്ക്ക് കോൺഗ്രസിനകത്ത് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലവിൽ പല സംസ്ഥാനങ്ങളിലും പ്രചരണങ്ങളിലേക്ക് പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അവരുടെ പ്രസംഗം കേൾക്കാനും അവരോട് നേരിട്ട് സംവദിക്കാനുമുള്ള ആഗ്രഹവുമായി ജനലക്ഷങ്ങളെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ മനോഹരമായ ഒരു പ്രസംഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം വയനാട് മണ്ഡലം ഒഴിഞ്ഞപ്പോൾ അതിവൈകാരികമായി നടത്തിയ ഒരു പ്രസംഗവും അതിനുശേഷം തന്റെ സഹോദരിക്ക് ആ മണ്ഡലം മത്സരിക്കാനൊരുക്കി കൊടുക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത ചില കരുതലും ഉപദേശവുമൊക്കെ വീണ്ടും അത് ജനങ്ങളിലേക്ക് ഒരു ഇമ്പാക്റ്റോടുകൂടി കൊണ്ടുവരാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയും രാഹുലും ലോക്സഭയിലുള്ളത് തന്നെയാണ് സ്പീക്കർ ഓം ബിർളയ്ക്ക് സഭ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം സഭയിൽ സ്പീക്കറുടെ നടപടികളെ എതിർക്കുന്നതും സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതും പ്രതിപക്ഷം ഇന്നേ വരെ കാണിച്ചിട്ടില്ലാത്ത അസാമാന്യ ധൈര്യത്തിന്റെ ഒരു ശക്തമായ സന്ദേശം കൂടിയായി ഇതിനെ കണക്കാക്കാൻ കഴിയും. ചെറുത്തുനിൽപ്പ് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ മുന്നേറ്റം പല സഭാ സമ്മേളന ദിവസങ്ങളിലും കാണാൻ കഴിയുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രിയങ്കയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് റോൾ എന്ന് പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളെ ഏകീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും അതിനോടൊപ്പം തന്നെ കൃത്യമായി എം.എൽ.എമാരുടെ എണ്ണത്തിൽ വർധനവ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശവുമാണ്.